കൂത്തുപറമ്പ് നഗരത്തിലെത്തുന്നവരെ വരവേൽക്കുന്നത് ചെടികളും പൂക്കളുമാണ്. നഗരസഭയുടെ സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയ പദ്ധതി 1ാം ഘട്ടം പിന്നിട്ടു. ചൂട് ദിനംപ്രതി കൂടുന്തോറും ദാഹവും കൂടുകയാണ്. ഇത് മനുഷ്യരുടെ കാര്യം. എന്നാൽ ചെടികൾക്കും പൂക്കൾക്കും വെള്ളം കിട്ടിയില്ലെങ്കിൽ കരിഞ്ഞ് ഉണങ്ങിപ്പോകും. കൂത്തുപറമ്പ് നഗരസഭ ഇതിന് ഇടവരുത്തുന്നില്ല. നഗരസഭയുടെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി റോഡിന്റെ ഡിവൈഡറിൽ വെച്ചുപിടിപ്പിച്ച പൂച്ചെടികൾക്ക് 2 നേരവും വെള്ളം നൽകും. അതുകൊണ്ടുതന്നെ ചെടികളെല്ലാം പൂത്തുലഞ്ഞ് നിൽക്കുകയാണ്. കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തുന്നവർക്ക് ഇത് മനസ്സിനെ കുളിരണിയിക്കുന്ന കാഴ്ചയാണ്. ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ പരിസരം ഈ തണൽ വൃക്ഷങ്ങളും അതുപോലെ ചെടികളിലും വളർന്നകളിലും മനസ്സിന് വളരെയധികം കുളിർമയുണ്ട്. നഗരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി പൂക്കളും ചെടികളും തണൽ മരങ്ങളും വെച്ചു പിടിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അപ്പോൾ ഇത്തരത്തിലുള്ള മാതൃക നമ്മുടെ കൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റി തന്നെ അടുത്തടുത്തുള്ള ടൗണുകളിലും എല്ലാവരും വ്യാപാരികളും പൊതുജനവും ഇതുപോലെയുള്ള ആളുകളും ഒക്കെ സഹകരിച്ചുകൊണ്ട് തന്നെ ഇതിനെ പരിപാലിക്കണം. കാരണം ഇത്രയും ചുട്ടുകൊള്ളുന്ന വെയിലത്ത് ഇത്രയും നല്ല ഭംഗിയിൽ ആ പൂക്കളൊക്കെ വിടർന്ന് കാണുമ്പോൾ നൽകുന്ന ഒരു ആശ്വാസം അത് തുടർന്ന് കണ്ട് ഈ ജനങ്ങളൊക്കെ ഇത് കണ്ടുകൊണ്ട് മറ്റുള്ള പൂക്കോട് വരെയുള്ള ഭാഗങ്ങളിലും അതുപോലെ തൊക്കനങ്ങാടി വരെ മുനിസിപ്പാലിറ്റി വരുന്ന ഭാഗങ്ങളിലും ഒക്കെ വളരെ ഭംഗിയായിട്ട് ഇത് കൊണ്ടു നടക്കണമെന്നാണ് എൻ്റെ. കൂത്തുപറമ്പ് നഗരത്തിലെത്തുന്നവരെ സ്വീകരിക്കുന്നത് പൂക്കളുടെ നിറപുഞ്ചിരിയാണ്. ഇവയെ പരിപാലിക്കുക എന്നത് ഏറെ ശ്രമകരമാണ്. അനീഷ് കൂത്തുപറമ്പിനോടൊപ്പം നീതു ഷമൽ, ന്യൂസ് 8 കൂത്തുപറമ്പ്.